ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസയോഗം. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ അർജുനന് രഹസ്യങ്ങളിൽ വെച്ച് അതീവ രഹസ്യമായ ജ്ഞാനത്തെ വീണ്ടും പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ തുടരുന്ന ശ്ലോകമാണ് 65-ാമത്തെ ശ്ലോകം. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. മന്മന, എന്നിൽ മനസ്സുള്ളവനായി അല്ലെങ്കിൽ പരമാത്മാവിൽ മനസ്സ് വെച്ചവനായി, ഭവ, നീ ഭവിക്കുക, മദ്ഭക്ത, എൻ്റെ ഭക്തനായി തീരുക, മദ്യാജി, എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യുന്നവനാകുക, മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക, ഏവം വർത്തമാനഃ, ഇപ്രകാരം വർത്തിക്കുന്നവനായിട്ട്, മാമേവ, എന്നെ തന്നെ, ഏഷ്യസി, നീ പ്രാപിക്കും, ഇതി, എന്ന്, സത്യം, സത്യമായി, പ്രതിജാനേ, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ത്വം, നീ, മേ പ്രിയ അസി, നീ എനിക്ക് പ്രിയനാകുന്നു. എന്നിൽ മനസ്സുറപ്പിക്കുക, എൻ്റെ ഭക്തനായി തീരുക, എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യുന്നവനാകുക, എന്നെ നമസ്കരിക്കുക, എങ്കിൽ നീ എന്നെ തന്നെ പ്രാപിക്കും എന്ന് ഞാനിതാ സത്യമായി പ്രതിജ്ഞ ചെയ്യുന്നു. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണല്ലോ. സാധനയുടെ വിജയകരമായ പരിസമാപ്തിക്ക് 4 വ്യവസ്ഥകൾ ഇവിടെ നിർദ്ദേശിക്കുന്നു. ഈ 4ഉം നിറവേറ്റുന്നവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു. മന്മനാഭവ, മനസ്സ് എന്നിൽ ഉറപ്പിക്കൂ, നിരന്തരമായ ഈശ്വര സ്മരണ വേണം, ലോകസേവാപരമായ കർമ്മങ്ങൾ ചെയ്യണം. എന്നെ നമസ്കരിച്ചുകൊണ്ട് എന്ന് പറയുന്നത് മനസ്സ്, വാക്ക്, ശരീരം എല്ലാത്തിനെയും, കർത്തൃത്വ അഭിമാനത്തെയും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക എന്നാണ്. മനസ്സുകൊണ്ട് ഭഗവത് തത്വത്തെ വിചാരം ചെയ്ത് ബുദ്ധിയിൽ ഉറപ്പിക്കുമ്പോൾ അത് മാത്രം ചിത്തം ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഭഗവത് തത്വത്തിൽ മാത്രം അനുരാഗം ഉണ്ടായിക്കൊണ്ടിരിക്കും. സർവകർമ്മങ്ങളും യജ്ഞഭാവനയോടെ വാസുദേവനായ എന്നിൽ സമർപ്പിക്കുന്ന നീ എന്നെ തന്നെ പ്രാപിക്കും, ഇത് സത്യമാണ് എന്ന് ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നു. ഭഗവത് ഭക്തിയുടെ സുനിശ്ചിതമായ ഫലം മോക്ഷപ്രാപ്തി തന്നെയാണ് എന്ന് നല്ലവണ്ണം ധരിച്ചിട്ട് ഭഗവാന്റെ ശ്രീപാദങ്ങളെ മാത്രം ആശ്രയമായി കണ്ട് അഭയം പ്രാപിക്കുക. കർമ്മയോഗനിഷ്ഠയുടെ പരമരഹസ്യം ഈശ്വരനെ ശരണം പ്രാപിക്കലാണ് എന്ന് പറഞ്ഞ ശേഷം സർവവേദാന്തങ്ങളിലും വിധിച്ചിട്ടുള്ളതും കർമ്മയോഗാനുഷ്ഠാനത്തിൻ്റെ ഫലവുമായ സമ്പൂർണ്ണ ആത്മസാക്ഷാത്കാരത്തെപ്പറ്റി പറയുന്നു 66-ാമത്തെ ശ്ലോകത്തിൽ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമാൻ, സകല ധർമ്മങ്ങളെയും പരിത്യജ്യ, ഉപേക്ഷിച്ച്, മാം, എന്നെ, ശരണം, ശരണമാക്കി, വ്രജ, നീ പ്രാപിക്കുക, അഹം, ഞാൻ, ത്വാ, നിന്നെ, സർവപാപേഭ്യഃ, സർവപാപങ്ങളിൽ നിന്നും, മോക്ഷയിഷ്യാമി, മോചിപ്പിക്കും, മാ ശുചഃ, നീ ദുഃഖിക്കേണ്ട. എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് ഏകനും അദ്വിതീയനുമായ എന്നെ തന്നെ ശരണം പ്രാപിക്കൂ, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, നീ ഒട്ടും ദുഃഖിക്കരുത്. ഭഗവാന്റെ ഗീതോപദേശം തുടങ്ങുന്നത് 2-ാം അധ്യായം സാഖ്യയോഗത്തിൻ്റെ 11-ാം ശ്ലോകം മുതലാണ്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂനഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അലയോ അർജുന, ദുഃഖിക്കപ്പെടേണ്ടാത്തവരെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു, വിവേകത്തോടെ എന്ന പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. മരിച്ചവരെ പറ്റിയും ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല എന്ന് പറഞ്ഞു തുടങ്ങിയതായ ഉപദേശം അവസാനിക്കുന്നതോ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന ശ്ലോകത്തിലുമാണ്. മാ ശുചഃ എന്നാൽ നീ ഒട്ടും ദുഃഖിക്കരുത് എന്ന സാന്ത്വന വാക്കിലാണ് ഗീതോപദേശം അതിശയകരമായി പരിസമാപിക്കുന്നത്. അതായത് ദുഃഖിക്കപ്പെടേണ്ടാത്തവരെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു എന്ന് തുടങ്ങി
നീ ഒട്ടും ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് ഭഗവാൻ അവസാനിപ്പിക്കുന്നു. മോഹത്തിൽ നിന്ന്, തെറ്റിദ്ധാരണയിൽ നിന്നാണ് ശോകം ഉണ്ടാവുന്നത്. തത്വജ്ഞാനിക്ക് അതുണ്ടാവുകയില്ല എന്നും ഭഗവാൻ പറഞ്ഞു. പരമാത്മാവിനെ ശരണം പ്രാപിച്ച് മോഹത്തെ ഉപേക്ഷിച്ച് ബന്ധത്തിൽ നിന്നും മോചിതനായാൽ അവന് ദുഃഖിക്കേണ്ടി വരില്ല. മോഹത്തോടുകൂടി ശോകവും അവനെ വിട്ടുപോകും. അവൻ പരമാനന്ദ സ്വരൂപമായി മാറും. മോഹത്തിൽ നിന്നുള്ള ശോകത്തിൻ്റെ നിവൃത്തിയാണ് ഗീതാശാസ്ത്രത്തിൻ്റെ താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അധർമ്മങ്ങളെ മുമ്പേ ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്ന് അർത്ഥമാക്കണം. ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയുമായുള്ള നമ്മുടെ താതാത്മ്യത്തെ മുഴുവനായും ത്യജിച്ച് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കൂ. അങ്ങനെയായാൽ ശരീരമനോബുദ്ധികളിൽ നിന്നുണ്ടായ എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാം. മനസ്സും ബുദ്ധിയും പങ്കെടുക്കാതെ ഒരു കർമ്മവും ചെയ്യാനാവില്ല. കർമ്മങ്ങളാണ് നമ്മളിൽ വാസനകൾ ഉണ്ടാക്കുന്നത്. വാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നാൽ ചിന്തകളെ നിരോധിക്കുക എന്നർത്ഥം. അഥവാ ചിന്താപ്രവാഹമായ മനസ്സിനെ ഇല്ലാതെയാക്കുക. സർവവാസനകളിൽ നിന്നും സർവപാപങ്ങളിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കാം എന്ന് ഭഗവാൻ വാക്കുതരികയാണ്. ഗീതാ സന്ദേശത്തിൻ്റെ രത്നചുരുക്കമാണ് ശക്തിമത്തായ അർദ്ധഗർഭമായ ഈ ശ്ലോകത്തിൽ അടക്കം ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഗീതാശാസ്ത്രത്തെ കൈകാര്യം ചെയ്യേണ്ട സമ്പ്രദായ വിധി എന്ത് എന്ന് ഭഗവാൻ പറയുന്നു 67-ാമത്തെ ശ്ലോകത്തിൽ. ഇദം തേനാതപസ്കായ നാഭക്തായ കദാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. ഇതം, ഇതിനെ, ഈ ജ്ഞാനമാർഗത്തെ, കദാചന, ഒരിക്കലും, അതപസ്കായ, തപസ്സില്ലാത്തവനും, അഭക്തായ, ഭക്തനല്ലാത്തവനും, അശുശ്രൂഷവേച, കേൾക്കുവാൻ ആഗ്രഹമില്ലാത്തവനും, തേ, നിനക്ക്, നവാച്യം, ഉപദേശിക്കത്തക്കതല്ല, യഹ, ഏതൊരുത്തൻ, മാം, എന്നെ, പരമാത്മാവിനെ, അഭ്യസൂയതി, നിന്ദിക്കുന്നുവോ, തസ്മൈച, അവനും, നവാച്യം, ഉപദേശിക്കത്തക്കതല്ല. നിനക്ക് ഞാൻ ഉപദേശിച്ച ഈ ഗീതാശാസ്ത്രം തപസ്സുകൊണ്ട് മനഃശുദ്ധി വരാത്തവർക്ക് ഒരിക്കലും ഉപദേശിക്കരുത്. ഭക്തിയില്ലാത്തവനും കേൾക്കാൻ താല്പര്യമില്ലാത്തവനും സേവനം ചെയ്യാത്തവനും എന്നെ നിന്ദിക്കുന്നവനും ഇത് ഉപദേശിക്കരുത്. മിക്കവാറും എല്ലാ ശാസ്ത്രങ്ങളുടെയും അവസാനം അവ ആർക്ക് ഉപദേശിച്ചു കൊടുക്കണം എന്ന വിധിയെ പറയാറുണ്ട്. ഗീത വിജയകരമായി അധ്യയനം ചെയ്യാൻ വേണ്ടുന്ന ഗുണങ്ങളെയാണ് ഇവിടെ പറയുന്നത്. തപസ്സില്ലാത്തവന് ഇത് ഉപദേശിക്കരുത്. ആത്മസംയമനം ശീലിക്കാത്തവന് ഇത് പ്രയോജനപ്പെടില്ല. ഭക്തി, ഭഗവാനുമായുള്ള തന്മയീഭാവം അതില്ലാത്തവന് ഇത് ഉൾക്കൊള്ളാനാവില്ല. നിഷ്കാമകർമ്മത്തിൻ്റെ പ്രാധാന്യം ഭഗവത്ഗീതയിൽ ആദ്യന്തം ഊന്നിപ്പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സേവിക്കാൻ തയ്യാറില്ലാത്ത സ്വാർത്ഥികൾക്കും ഗീതോപദേശത്തിൻ്റെ താല്പര്യം ഗ്രഹിക്കാനാവില്ല. പരമാത്മാവിനെയും സദ്ഗുരുവിനെയും ശാസ്ത്രത്തെയും നിന്ദിക്കുന്നവർക്കും ഈ ശാസ്ത്രം ഒട്ടും പ്രയോജനപ്പെടില്ല. ഭക്തനും തപസിയും ഗുരുശുശ്രൂഷ ചെയ്യുന്നവനും സേവന മനസ്ഥിതി ഉള്ളവനും ഈശ്വരനിന്ദ ചെയ്യാത്തവനും മാത്രമേ ഗീതാശാസ്ത്രം ഉപദേശിക്കാവൂ. ഇതിലുള്ള സൂചന എന്തെന്നാൽ, കണ്ണാടിയിലെ പ്രതിഫലനം വ്യക്തമല്ലെങ്കിൽ നമ്മളതിലെ പൊടി തുടച്ച് നീക്കുന്നത് പോലെ നമ്മുടെ മനോബുദ്ധികളിലെ മാലിന്യം സാധനയിലൂടെ നീക്കിയാൽ നമുക്ക് ഈ ശാസ്ത്രം ഗ്രഹിക്കാനാകും. ആത്മവികാസം എന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതുമല്ല. ഇനി ഈ സമ്പ്രദായ വിധിയെ അനുസരിക്കുന്നവനുള്ള ഫലം എന്താണെന്ന് പറയുന്നു 68-ാമത്തെ ശ്ലോകത്തിൽ. യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയഃ. പരമം, ഏറ്റവും, ഗുഹ്യം, രഹസ്യമായ, ഇമം, ഇതിനെ, മദ്ഭക്തേഷു, എൻ്റെ ഭക്തന്മാരിൽ, യഹ, ഏതൊരുത്തൻ, അഭിധാസ്യതി, ഉപദേശിക്കുമോ, സഹ, അവൻ, മയി, എന്നിൽ, പരമാം, ശ്രേഷ്ഠമായ, ഭക്തിം, ഭക്തിയെ, കൃത്വ, ചെയ്തിട്ട്, അസംശയ, സംശയമറ്റവനായി, മാമേവ, എന്നെ തന്നെ, അതായത് പരമാത്മാവിനെ തന്നെ, ഏഷ്യതി, പ്രാപിക്കും. പരമരഹസ്യമായ ഈ ശാസ്ത്രം ആരാണോ എന്നിൽ പരമമായ ഭക്തിനിഷ്ഠയോടെ
എൻ്റെ ഭക്തന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് അവൻ തീർച്ചയായും എന്നെ പ്രാപിക്കും. കൃഷ്ണാർജുന സംവാദ രൂപത്തിലുള്ളതും സംസാരമോക്ഷം കൈവരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതുമായ ശ്രീമദ് ഭഗവത്ഗീത എന്നിൽ ദൃഢഭക്തിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഗീത പഠിക്കുന്ന ശിഷ്യന് മാത്രമല്ല, പഠിപ്പിക്കുന്ന ആചാര്യനും പരമാത്മാവിൽ ഭക്തിയുണ്ടായിരിക്കണം. ഋഷിമാർ നമുക്ക് തന്നിരിക്കുന്ന അറിവിനെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വേണം ഋഷി ഋണം വീട്ടാൻ. സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തത്വശാസ്ത്രമാണ്. ഈ ആർഷജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നാൽ മാത്രമേ അതിൻ്റെ മഹിമ എല്ലാവരിലും എത്തിച്ചേരുകയുള്ളൂ. ശ്രീ ഭഗവാനും പരമഗുരുവുമായ അച്യുതൻ്റെ സേവ ഞാൻ ചെയ്യുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പരമഭക്തിയോടെ വേണം ഈ ശാസ്ത്രം പഠിപ്പിക്കാൻ. അങ്ങനെ ചെയ്യുന്നവൻ എന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഗീതാശാസ്ത്രം മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവൻ തനിക്ക് ഏറ്റവും പ്രിയങ്കരനാണെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു 69-ാമത്തെ ശ്ലോകത്തിൽ. നജ തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാന ച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. തസ്മാത് അവനേക്കാൾ, മുൻപറഞ്ഞ ഉപദേഷ്ടാവിനേക്കാൾ, മേ എനിക്ക്, പ്രിയകൃത്തമഃ ഏറ്റവും പ്രിയം ചെയ്യുന്നവനായിട്ട്, മനുഷ്യേഷു മനുഷ്യരിൽ, ന കശ്ചിത് ഒരുത്തനുമില്ല, തസ്മാത് അവനേക്കാൾ, മേ എനിക്ക്, പ്രിയതരഃ അധികം ഇഷ്ടമുള്ളവനായി, അന്യഃ വേറൊരുത്തൻ, ഭുവി ഭൂമിയിൽ, ഭവിതാചന ഉണ്ടാവുകയുമില്ല. മനുഷ്യരിൽ വച്ച് ഈ ശാസ്ത്ര സമ്പ്രദായത്തെ അനുഷ്ഠിച്ച് ഉപദേശിക്കുന്ന ഒരുവനേക്കാൾ എനിക്ക് പ്രിയം ചെയ്യുന്നവനായിട്ട് ഒരാളില്ല തന്നെ. അവനേക്കാൾ എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനായും ആരും തന്നെ ഈ ഭൂമിയിലില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. ഗീത എന്ന മോക്ഷശാസ്ത്രം ഉപദേശിക്കുന്നതിനേക്കാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഈശ്വരപ്രീതികരമായി മറ്റൊന്നുമില്ലെന്ന് ഭഗവാൻ ഇവിടെ സിദ്ധാന്തിക്കുന്നു. ഗീത ഉപദേശിക്കുക എന്നാൽ അങ്ങേയറ്റം ഈശ്വരഹിതത്തെ അനുസരിക്കുക എന്നാണ്. പരമാവധി ഈശ്വരഹിതം അനുവർത്തിക്കുന്നവന് ഈശ്വരപ്രീതി പൂർണ്ണമായും ഉണ്ടാകും. ആരാണോ ഇതര ചിന്തകൾക്ക് ഇട കൊടുക്കാതെ പരമാത്മാവിൽ തന്നെ മനസ്സുറപ്പിക്കുന്നത്, അയാൾ പരമാത്മ അനുഭൂതി നേടുന്നുവെന്ന് ഗീതയിൽ ആദ്യന്തം വ്യക്തമാക്കുന്നുണ്ട്. ഗീത പഠിക്കുകയും പ്രചരിപ്പിക്കുകയും മാത്രമല്ല, അത് സ്വജീവിതത്തിൽ പകർത്തുകയും വേണം. ഹരി ഓം തത്സത്.